അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുണ്യ റമളാനിൽ 4.5 വർഷം മുമ്പ് നാം തുടങ്ങിയ ഖത്മുൽ ഖുർആൻ മജ്ലിസിലെ ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന 6ാമത്തെ ഖത്മ് ഇൻഷാ അല്ലാഹ് റമളാൻ 1 നമുക്ക് വഴങ്ങാം. അന്ന് തന്നെ പുതിയ ഖത്മ് തുടങ്ങുകയും ചെയ്യാം. റബ്ബ് തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, നാം ഓതിക്കൊണ്ടിരിക്കുന്ന ഈ ഖത്മിൽ ആരെങ്കിലും ഓതാൻ വല്ല ഭാഗവും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന റമളാൻ 1 മുമ്പായിക്കൊണ്ട് അതൊക്കെ ഓതി തീർക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് ഖത്തം വഴങ്ങുന്ന അന്ന് ചീരണി ഉണ്ടാക്കലും ഖത്തം വഴങ്ങാൻ വേണ്ടി ഒരുങ്ങലും പ്രത്യേകം സുന്നത്താണ്. പകലിൻ്റെയോ രാത്രിയുടെയോ തുടക്കത്തിൽ ആവണം ഖത്തം വഴങ്ങേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മൾ പകലിൻ്റെ തുടക്കത്തിൽ അഥവാ സുബഹിൻ്റെ ശേഷമാണ് ഖത്തം വഴങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഖത്തം വഴങ്ങുമ്പോൾ ആ സുബഹിക്ക് ശേഷം ഖത്തം വഴങ്ങിയാൽ മഗ്രിബ് വരെയും, മഗ്രിബിന് ശേഷം ഖത്തം വഴങ്ങിയാൽ പുലർച്ചെ വരെയും, സുബഹി വരെയും 40,000 അല്ല 70,000 മലക്കുകളോളം നമുക്ക് വേണ്ടി ഖത്തം ഓതി വഴങ്ങിയവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ അനുഗ്രഹം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അതുപോലെ ദുആക്ക് മുമ്പ് എന്തെങ്കിലും സ്വതക്ക ഹദിയ കൊടുക്കൽ ദുആ സ്വീകരിക്കാൻ കാരണമാകും. നമ്മുടെ ദുആ മജ്ലിസുകളിൽ അതുപോലെ തന്നെ വഅലിൻ്റെ മജ്ലിസുകളിലൊക്കെ ദുആഇൻ്റെ മുമ്പ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹദിയകൾ സ്വതക്കകളൊക്കെ കൊടുക്കാറുണ്ട്. അത് ദുആ സ്വീകരിക്കാനുള്ളൊരു കാരണമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ ഖത്തം ദുആയുടെ മുമ്പായിക്കൊണ്ട് കഴിയുന്നവർ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ കഴിവനുസരിച്ച് മജ്ലിസിലേക്ക് കഴിയുന്നവർ ഹദിയ അയക്കുക. ഹദിയ അയക്കുന്നവർ നോമ്പിന് മുമ്പായി അയച്ചാൽ മതി, ഇപ്പോൾ തന്നെ അയക്കണമെന്നില്ല. അയക്കുന്നവരുടെ പേരും ദുആ വസിയത്തും ഇൻഷാ അല്ലാഹ് വാട്സപ്പിൽ നിങ്ങൾ പ്രൈവറ്റായിട്ട് അറിയിക്കണം. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാനാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബ് തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകി, നമുക്കും മഗ്ഫിറത്ത് നൽകി, ജീവിച്ചിരിക്കുന്ന നമുക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി, നമ്മുടെ സാമ്പത്തികരുടെ മേഖലയിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വെൽക്കം ടു ദ ഖത്മുൽ ഖുർആൻ മജ്ലിസ് ഓഫ് MS വോയിസ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سأل سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج. تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة فاصبر صبرا جميلا إنهم يرونه بعيدا ونراه قريبا يوم تكون السماء كالمهل وتكون الجبال كالعهن ولا يسأل حميم حميما يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه كلا إنها لظى نزاعة للشوى تدعو من أدبر وتولى وجمع فأوعى إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون والذين في أموالهم حق معلوم للسائل والمحروم
والذين يصدقون بيوم الدين والذين هم من عذاب ربهم مشفقون إن عذاب ربهم غير مأمون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم بشهاداتهم قائمون والذين هم على صلاتهم يحافظون أولئك في جنات مكرمون فما للذين كفروا قبلك مهطعين عن اليمين وعن الشمال عزين أيطمع كل امرئ منهم أن يدخل جنة نعيم كلا إنا خلقناهم مما يعلمون فلا أقسم برب المشارق والمغارب إنا لقادرون على أن نبدل خيرا منهم وما نحن بمسبوقين فذرهم يخوضوا ويلعبوا حتى يلاقوا يومهم الذي يوعدون يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون خاشعة أبصارهم ترهقهم ذلة ذلك اليوم الذي كانوا يوعدون صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഓതിയ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പാകപ്പിഴകളൊക്കെ വന്നുവെന്ന് അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഈ ഖത്തമ് നാം ഓതുന്നത് നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിൽ എന്നും നമ്മളാൽ കഴിയുന്ന ഒരു സന്തോഷം, ഒരു സമ്മാനം അവരുടെ ഖബറിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അത്തരത്തിലുള്ള മജ്ലിസായി അള്ളാഹു ഇതിനെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടുവാനും ഒരുപാട് ഖത്തമുകളൊക്കെ തീർക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു തആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, സമസ്തയുടെ സമ്മേളനം നടക്കുകയാണ് കാസർഗോഡ് കുനിയയിൽ. ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് കുനിയയിലാണ്. ഇൻഷാ അല്ലാഹ് 8-ാം തീയതി രാത്രിയാണ് ഇവിടുന്ന് മടങ്ങുക. 9-ാം തീയതിയാണ് അവിടെ എത്തുക. മജ്ലിസ് ഇങ്ങനെ നടക്കും ഇൻഷാ അല്ലാഹ്. പക്ഷേ നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ വാട്സപ്പിലേക്ക് അയച്ചാൽ അത് നോക്കാനും അതുപോലെ അത് ഉൾപ്പെടുത്തി ദുആയിൽ ഉൾപ്പെടുത്താനും ഒക്കെ കഴിഞ്ഞോളണം എന്നില്ല. ആയതുകൊണ്ട് ഇന്ന് വ്യാഴാഴ്ച നിങ്ങൾ ചെല്ലുന്ന ദിക്റും നാളെ വ്യാഴാഴ്ച മജ്ലിസിലേക്ക് അയക്കുന്ന ആ ദിക്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂട്ടി അടുത്ത വ്യാഴാഴ്ച അയച്ചാൽ മതി. രണ്ടാഴ്ചത്തേതും കൂട്ടി വെച്ച് അടുത്ത വ്യാഴാഴ്ച വിട്ടാൽ മതി ഇൻഷാ അല്ലാഹ്. പിന്നെ ദുആ വസിയത്തുകൾ, പ്രത്യേകം ദുആ വസിയത്തുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വിളിച്ചറിയിക്കുകയോ മജ്ലിസിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ ഞാൻ ദുആ ചെയ്തുകൊണ്ട്, ഒരു പക്ഷേ നമ്മുടെ മജ്ലിസിൽ ദുആ എടുക്കാൻ കഴിയില്ല. അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നൊരു ദിവസം നമ്മൾ സമ്മേളനമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമുക്ക് മജ്ലിസിൽ ദുആയിൽ ഉൾപ്പെടുത്താൻ
കഴിയുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആരും ഒന്നും വിചാരിക്കരുത്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. പലവരും ഹദിയകളൊക്കെ അയച്ചു വന്നിട്ടുണ്ട്. അതൊക്കെ ഞാനിവിടെ ഒരു ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ റമദാൻ 1 ഖത്തം വഴങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സഫിയ ബീവി തിരുവനന്തപുരം കടം വീടാൻ മുറാദ് ഹാസിലാകാനൊക്കെ വേണ്ടി ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഖത്തമിലുള്ള ഒരു സഹോദരിയാണ്. ഐഷ ബീവി പള്ളിക്കര ബസാർ കുറച്ച് ദിവസമായി ആശുപത്രിയിലായിരുന്നു, അഡ്മിറ്റായിരുന്നു. 2 കൈയിനും വേദന, അതുപോലെ തന്നെ ഷോൾഡറിന് വേദന, ഓപ്പറേഷൻ വേണമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവർ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട് അസുഖം മാറാനും സലാമത്താകാനൊക്കെ വേണ്ടി. അതുപോലെ ഹലീമ വർക്കല ഉമ്മച്ചിയുടെ ആണ്ടാണ്, ഖത്തം ഓതിയിട്ടുണ്ട്, ഇഖ്ലാസ് ദിക്ർ സ്വലാത്തൊക്കെ ചൊല്ലിയിട്ടുണ്ട്. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സുൽഫത്ത് ബീവി കണിയാപൂരം മജ്ലിസിലേക്ക് ഹദിയ അയച്ചിട്ടുണ്ട്. മുറാദ് ഹാസിലാകാൻ, മക്കൾ ഹിദായത്തിലാകാൻ, പേരക്കുട്ടികൾ പഠിക്കുന്ന മക്കളുണ്ട്, ഉന്നത വിജയത്തിലാകാൻ, മരണപ്പെട്ടു പോയ ഭർത്താവ്, മാതാപിതാക്കൾ അവരുടെയൊക്കെ മഗ്ഫിറത്തിനൊക്കെ വേണ്ടി ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി, ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള എൻ്റെ ഖത്തമുൽ ഖുർആൻ മജ്ലിസിലുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, ഇതുവരെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടാത്തൊരു കാര്യം ആണ് ഈ വോയിസിലൂടെ ഇപ്പോൾ പറയുന്നത്. പറയാൻ വിഷമമുണ്ട് എങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്നവരാണ് നിങ്ങൾ എന്നുള്ളൊരു ബോധം എനിക്കുണ്ട്. മകളുടെ വിവാഹ സമയത്തും അതുപോലെയുള്ള മേഖലകളിലൊക്കെ സാമ്പത്തികമായൊക്കെ സഹായിച്ചവരാണ്, ഹെൽപ്പ് ചെയ്തവരാണ് നിങ്ങൾ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ സാധാരണ ഞാൻ ഖത്തമ് ദുആ വരുമ്പോൾ, ഖത്തമ് വഴങ്ങുന്ന അന്ന് ഹദിയ അയച്ചു തരാനൊന്നും ആരോടും പറയാറില്ല. കാരണം അപ്പോഴത്തെ സാഹചര്യം അതിൻ്റെ ആവശ്യമുണ്ടാകാറില്ല, അതുകൊണ്ട് പറയാതിരിക്കലാണ്. എന്നാൽ ഇപ്പോൾ ഹദിയ അയച്ചു തരണം എന്ന് പറയേണ്ട ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ നിങ്ങളാൽ കഴിവിൻ്റെ പരമാവധി ഖത്തമ് വഴങ്ങുന്നതിൻ്റെ മുമ്പ് മജ്ലിസിലേക്ക് ഹദിയകൾ അയക്കാൻ വേണ്ടി ശ്രമിക്കണം. ഉള്ളവർ അയച്ചാൽ മതി, ഇല്ലാത്തവർ ഇവിടുന്ന് വാങ്ങിയോ കടം വാങ്ങിയോ ഒന്നും അയക്കരുത്. വളരെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അവരും അയക്കരുത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ സാമ്പത്തിക മേഖലയിലൊക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തിക, ശാരീരിക, മാനസിക പ്രയാസങ്ങൾക്കൊക്കെ അള്ളാഹു സലാമത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഈ വോയിസ് വേറെ ആർക്കും ഒന്നും കൈമാറൊന്നും ചെയ്യരുത് കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാം, കാരണം നമ്മൾ 4.5 കൊല്ലത്തെ പരിചയമുള്ള ആളുകളാണ്. പലവരും ഇപ്പോൾ വന്നവരുണ്ടാവും, പഴയ ഖത്തമിലുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളോട് തുറന്നു പറയുന്നത്. മറ്റുള്ളവരിലേക്കൊന്നും അത് കൈമാറരുത് ഇൻഷാ അല്ലാഹ്. إلى حضرة نبينا سيدنا وشفينا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد سبحان المبدئ سبحان الباقي سبحان المضي سبحان العلي الأعلى سبحانه وتعالى لا شريك له برحمتك يا أرحم الراحمين പടച്ചവനെ ലോകരക്ഷിതാവേ റഹ്മാനുറഹീമായ അല്ലാഹ് ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ സ്വീകരിക്കണേ അല്ലാഹ് എന്തെങ്കിലും പാകപ്പെടണമെന്ന് പോലും വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ ഇതിനൊക്കെ മിഥില സവാബിനെ ഞങ്ങളെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഞങ്ങൾ ഓരോ ദിവസം ചെല്ലുന്ന സലാത്തുകളെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഓരോ ദിവസവും നബിയുടെ മേൽ ഞങ്ങൾ സലാം ചെല്ലുന്നത് ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ നിന്റെ മഹ്ഫദൽ കൊണ്ട് അല്ലാഹ് ആ പുണ്യപ്രവാചകന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ പാപികളായ ഞങ്ങളെ ഞങ്ങൾ അഹ്ലുകാർ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ വസ്ത്രം നൽകിയ സദുപദേശം നൽകിയവർ ഇൽമു പഠിപ്പിച്ച ഉസ്താദുമാർ ഞങ്ങൾ അഭ്യുദയകാംക്ഷികളെല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ് എല്ലാ അമ്പിയാക്കളും മുർസലീങ്ങൾ അവരുടെ അനുചരന്മാരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അഹ്ലു ബൈത്തിന്റെ ഹദറത്തിലേക്ക് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഹദറത്തിലേക്ക് അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളുടെ ഹദറത്തിലേക്ക് ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഹദറത്തിലേക്ക് താബീങ്ങളുടെ താബീങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ സൗൽ ബദരീങ്ങൾ ഉഹദീങ്ങളെല്ലാം സഹാബത്തെ ഇക്റാമിന്റെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ളതായ ഞങ്ങളുടെ ഔലിയാക്കൾ ഞങ്ങളുടെ നാടുകളിൽ ദിവസരമം കൊള്ളുന്നതായ ഔലിയാക്കൾ ഞങ്ങൾ ഫാത്തിഹ ഓതുന്നതായ മഹാന്മാരായ ഉന്നത ദറജയിലുള്ള നിന്റെ ഔലിയാക്കൾ എല്ലാ ഔലിയാക്കളെയും ഹദറത്തിലേക്ക് ഞങ്ങൾ ഓതിയതിൻ്റെ ചൊല്ലിയതിൻ്റെ മിഥിലതവാബിനെ എത്തിക്കണേ അല്ലാഹ് എല്ലാ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ മശായിഖന്മാർ ഖൈറിൻ്റെ അഹ്ലുകാർ ശോതാക്കൾ സിദ്ദീഖീങ്ങളൊക്കെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ ദറജകളെ സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കണേ അല്ലാഹ് അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാഹ് ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാഹ് ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് അല്ലാഹ് റഹ്മാനായ റബ്ബേ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഭർത്താവ് മരിച്ചു പോയവരുണ്ട് ഭാര്യ മരിച്ചു പോയവരുണ്ട് വല്യപ്പമാർ വല്യമ്മമാർ മരണപ്പെട്ടു പോയവരുണ്ട് ഉമ്മ മരിച്ചു പോയവരുണ്ട് ഉപ്പ മരണപ്പെട്ടു പോയവരുണ്ട് സഹോദരി സഹോദരന്മാർ മരിച്ചു പോയവരുണ്ട് പേരമക്കൾ മരണപ്പെട്ടു പോയവരുണ്ട് റഹ്മാനായ റബ്ബേ കെട്ടുബന്ധത്തിൽ നിന്നും കുടുംബ ബന്ധത്തിൽ നിന്നും സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും സ്നേഹബന്ധങ്ങളിൽ നിന്നും അയൽപക്ക ബന്ധങ്ങളിൽ നിന്നും ഒക്കെയായി റബ്ബേ ഞങ്ങളിൽ നിന്ന് പലവരും മരിച്ചു ഒരുക്കുന്നു അല്ലാഹ് അവിടൊക്കെ ഹദറത്തിലേക്ക് ഞങ്ങൾ ഈ ചൊല്ലിയതിൻ്റെ ഓതിയതിൻ്റെയൊക്കെ മിഥില തവാബിന് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് റബ്ബേ അല്ലാഹു അതിൻ്റെ മഹൽ കൊണ്ട് അല്ലാഹ് അവരുടെ നാളെ ഞങ്ങളെ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലാഹ് സന്തോഷത്തിലാക്കണേ അല്ലാഹ് കണ്ണെത്താ ദൂരത്തേക്ക് ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട നേരം പോക്കാക്കി ഖബറാക്കി അവരുടെ ഖബർ ഞങ്ങളെ ഖബർ നീ മാറ്റിത്തരണേ റഹ്മാനേ അല്ലാഹുവേ നിന്റെ മഹ്ദൂഫിനെ കൊണ്ട് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് മാറാവ്യാധികളിൽ നിന്ന് കാക്കണേ അല്ലാഹ് ക്യാൻസർ ട്യൂമർ പോലത്തെ പകർച്ചാവ്യാധികളിൽ നിന്ന് കാക്കണേ അല്ലാഹ് റബ്ബേ ക്യാൻസർ ബാധിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ ഇടയിലുണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബക്കാർ അയലുകാർ പരിചയക്കാരിലുണ്ട് അല്ലാഹു നീ ശിഫ നൽകണേ അല്ലാഹ് അത്തരത്തിൽ രോഗാണുക്കൾ വല്ലത് ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലാഹ് ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് അതിനൊക്കെ നീ ശിഫാ വിധിക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ നിന്റെ താഴത്തിനും പൊരുത്തത്തിനുമായുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ് അല്ലാഹു നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട് അല്ലാഹ് ഇരുലോക വിജയികൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ് റബ്ബേ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവന് ഹൈറായ ജോലി നൽകണേ അല്ലാഹ് വിസ കിട്ടാതെ വിഷമിക്കുന്നത് ഹൈറായ വിസ കിട്ടണേ അല്ലാഹ് അക്കാമ കിട്ടാതെ ലൈസൻസ് കിട്ടാതെ പ്രയാസപ്പെടുന്നവന് ഹൈറിലാക്കണേ അല്ലാഹ് വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ജോലികളിൽ ബർക്കത്ത് നൽകണേ
അല്ലാ. ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളെ മഈശത്തിന്റെ മേഖലകളിൽ, സാമ്പത്തിക ഉറവിട മേഖലകളിൽ, ജോലികളിൽ, ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ, കൃഷിയിടങ്ങളിൽ, കുടിൽ വ്യവസായങ്ങൾ, കൂലിവേലകളിൽ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി ഏതൊക്കെ ജോലികളിൽ, ഹലാലായ ജോലികളിൽ ഞങ്ങൾ ഏർപ്പെടുന്നുണ്ടോ ആ ജോലികളിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ധാരാളം സക്കാത്ത് കൊടുക്കാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ. പാവപ്പെട്ടവന്റെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ ഞങ്ങളൊക്കെ ഇന്ന് സമ്പത്ത് വേണം അല്ലാഹുവേ. സദക്ക കൊടുക്കാൻ ധാരാളം സമ്പത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, വീടില്ലാതെ സങ്കടപ്പെടുന്നവരുടെ ഖൈറായ വീട് നൽകണേ അല്ലാ. വാടക വീട്ടിലും കോട്ടേഴ്സിലൊക്കെ താമസിക്കുന്നവരുടെ ഖൈറിലാക്കണേ അല്ലാ. കടം കൊണ്ട് അങ്ങേറ്റം പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാരെല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ആമീൻ പറയുന്ന പ്രിയപ്പെട്ടവർ, ഖത്ം ഓതുന്ന പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ ലിങ്കുകളൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന പ്രിയപ്പെട്ടവർ, ദിക്ർ ചെല്ലുന്ന പ്രിയപ്പെട്ടവർ, സ്വലാത്ത് ചെല്ലുന്ന പ്രിയപ്പെട്ടവർ, അല്ലാഹു ഞങ്ങളുടെ അഭാവത്തിൽ പരസ്പരം അങ്ങുമിങ്ങും ദുആ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. അവരൊക്കെ നിനക്കും പ്രിയപ്പെട്ടവരാക്കണേ അല്ലാ. നിനക്ക് പ്രിയപ്പെട്ട പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. നീ അങ്ങേറ്റം പ്രിയം വെച്ച ഹബീബായ പ്രവാചകൻ അങ്ങേറ്റം പ്രിയം വെക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ് റബ്ബേ. അതുകൊണ്ട് നീ ഞങ്ങളെ സ്നേഹിക്കണേ അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെ കുറഞ്ഞ അമല് കൊണ്ട് നീ ഞങ്ങളെ തൃപ്തിപ്പെടണേ അല്ലാ. ഇരു വീട്ടിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് ഈ മജ്ലിസിൽ ദുആ വസിയത്ത് ചെയ്തിട്ടുള്ളവർ, ഇതിൻ്റെ ലിങ്കുകളൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ, പരിശുദ്ധമായ ഖുർആന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ, എല്ലാ ഉമ്മമാരെയും ഉപ്പമാരെയും നീ സ്വീകരിക്കണേ അല്ലാ. ഖബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ലോകരക്ഷിതാവായ അർഹമുർ-റഹീമായ അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹുവേ. ഹജ്ജ് ചെയ്യാതെ, ഉംറ ചെയ്യാതെ, ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കാതെ നീ ഞങ്ങളെ ഈ ദുനിയാവും തിരിച്ചു വിളിക്കല്ല അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഖത്മ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആന്റെ അഖിലുകാരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണയല്ല. ഖുർആന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണയല്ല. പരിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തൗഫീഖ് നൽകണയല്ല. പരിശുദ്ധ ഖുർആൻ കൊണ്ട് ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് ഹബീബായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വജ്ഹു ശരീഫ് കണ്ടുകൊണ്ട് സന്തോഷിച്ച് ആനന്ദിച്ച് സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലെ, ഒരു വെള്ളിയാഴ്ച പകലിലോ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സക്കറാത്ത് എളുപ്പമാക്കി തരണേ അല്ലാഹ്. മരണം നന്നാക്കി തരണേ അല്ലാഹ്. സ്വാലിഹീങ്ങൾ മരിക്കുന്നത് പോലെ ഈ ദുനിയാവിൽ നിന്ന് സന്തോഷത്തോടെ വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وآل محمد صلى الله عليه وسلم وأصحاب محمد صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. إن شاء الله പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വ്യാഴാഴ്ച ദിവസം ഇശാ ആകുമ്പോഴേക്കും പരമാവധി ദിക്ർ സ്വലാത്തുകളൊക്കെ ചൊല്ലി നമ്മുടെ മജ്ലിസിലേക്ക് അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. മുസിക് ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.